നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ ചർച്ചാ വിഷയം കേരള സ്റ്റോറി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ്. കേരള സ്റ്റോറി എന്ന സിനിമ കേരളത്തിലെ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദൂരദർശനിലൂടെ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളായിരുന്നു ആദ്യം ഉണ്ടായത്. രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ആ വിഷയം വന്നപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അതുവരെ മിണ്ടാതിരുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കളും, പ്രത്യേകിച്ച് ഇടതു വലത് നേതാക്കന്മാരെല്ലാം രംഗത്ത് വന്നു. അതിനുശേഷമാണ് താമരശ്ശേരി അതിരൂപതയും ഇടുക്കി അതിരൂപതയും ഒക്കെ ഈ സിനിമ അവരുടെ യുവജന പ്രസ്ഥാനങ്ങളുടെ പരിപാടികളിലും വൊക്കേഷൻ ബൈബിൾ ക്ലാസിൻ്റെ പരിപാടികളിലുമൊക്കെ കാണിക്കാൻ തുടങ്ങിയെന്ന വാർത്ത വരുന്നത്. ഈ വാർത്ത വന്നതോടെ എല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് വി ഡി സതീശൻ അടക്കമുള്ളവർ വളരെ കൃത്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്തു. ആ വി ഡി സതീശനോട് വളരെ കൃത്യമായി സഭയുടെ ഭാഗത്തു നിന്ന് വന്ന വക്താവ് പറയുന്ന ചില വാക്കുകൾ അതേറെ പ്രാധാന്യമുള്ളതാണ്. സതീശനല്ല തീരുമാനിക്കേണ്ടത്, ഞങ്ങളുടെ സഭയിൽ ആരെന്ത് കാണിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് സതീശനല്ല എന്ന വ്യക്തമായ സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട്. ആ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം. ക്രിസ്ത്യാനി കൃത്യമായി എല്ലാ പള്ളികളിലും എല്ലാ രൂപതയിലും വേണ്ടി വന്നാൽ ഈ ഇതുപോലത്തെ ബോധവൽക്കരണം നടത്തും. ഞങ്ങളുടെ കുട്ടികളെ, ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രമായ ഇന്ത്യ അതിന് പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഞങ്ങളെ പേടിപ്പിച്ച് കൈപ്പത്തി വോട്ട് ചെയ്യിക്കാവുന്നൊന്നും വിചാരിക്കില്ല. UDFകാരോട് അത് പറയാണ്, ക്രിസ്ത്യാനിയെ പേടിപ്പിക്കാവുന്ന ദയവേത് വിചാരിക്കരുത്. അത് ഭയങ്കര അക്രമമാണ്. അത് നടക്കത്തില്ല. അത് ഈ രാജ്യം, ഇന്ത്യ മഹാരാജ്യം അത് സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അത്രയും വലിയ അഭ്യാസത്തിനൊന്നും ദയവേത്. കാരണം നിങ്ങൾ ഈ 1956 തുടങ്ങി ഇത്രയും കാലം കളിച്ച കളിയൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് അറിയാം. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ നിലപാടെന്നും ഓരോ പ്രശ്നത്തിനും. നിങ്ങളിപ്പോൾ ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാന്യായ പ്രധാനമന്ത്രി അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1936 പാകിസ്ഥാൻ ലീഗിന്റെ ജിഹാദിയുടെയും പ്രകടന പത്രികയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ സതീശൻ പറയാ. സതീശന് ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ സാധാരണഗതിയിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, സാധാരണഗതിയിൽ ഈ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ സഭാ നേതൃത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ UDF ആണെങ്കിലും LDF ആണെങ്കിലും അല്പം ഒന്ന് ആലോചിക്കും, ഒരു മൃദു സമീപനം ആ വിഷയത്തിൽ സ്വീകരിക്കും, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെങ്കിലും ഒരു മൗനം അതിൽ പാലിക്കും. എന്നാൽ ഈ വിഷയത്തിൽ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ അത്തരത്തിൽ ആലോചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എടുത്തടിച്ച പോലെ മറുപടി പറയാൻ വി ഡി സതീശനാണെങ്കിലും ഇടത് കേന്ദ്രങ്ങൾക്കാണെങ്കിലും എവിടുന്നോ ഒരു ധൈര്യം കിട്ടിയ പോലൊക്കെ തോന്നുന്നുണ്ട്. അതിന്റെ ഒരു കാരണം ഇവിടുത്തെ ജിഹാദി വോട്ടുകൾക്ക് വേണ്ടി അതിഭീകരമായിട്ടുള്ള ഒരു മത്സരമാണ് LDFും UDFും കൂടെ നടത്തുന്നത്. ഇതിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ലവ് ജിഹാദിന്റെ വിക്ടിംസിലും മെജോറിറ്റി എന്ന് പറയുന്നത് ഇടത് നേതാക്കന്മാരുടെ മക്കളാണ്. അത് കൃത്യമായിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെയുള്ള മുഴുവൻ ഇടത് നേതാക്കന്മാരുടെ മക്കൾ ഇതിനകത്ത് പെട്ടു. അതുപോലെ തന്നെ അത് അവർ മെജോറിറ്റി പരമ്പരാഗതമായിട്ട് ഹിന്ദു മതത്തിൽ നിന്ന് വന്നവരാണ്. അതേസമയത്ത് UDFിൽ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ നേതാക്കന്മാരുടെ മക്കളാണ് ഇതിൻ്റെ അകത്ത് പെട്ടിരിക്കുന്നത്. പലരും പുറത്തു പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. പേരൊക്കെ വേണം ഇവിടെ പറഞ്ഞാൽ അത് നിയമലംഘനം ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ എലക്ഷൻ സമയം അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എലക്ഷനെക്കാട്ടിലും കൂടുതലായിട്ട് അതിഭയങ്കരമായിട്ടുള്ള ഹമാസ് പ്രീണനം, ഹമാസ്, ISIS, താലിബാന് ഇതുപോലത്തെ ആൾക്കാരെ പ്രീണിപ്പിക്കുക. ഇതാണ് കുറെ നാളുകളായിട്ട് നിങ്ങൾ കണ്ടതാണ്. ഇന്ത്യ നിരോധിച്ച, ഇന്ത്യ എതിർക്കുന്ന ഹമാസിന് വേണ്ടി കേരളത്തിൽ നടന്ന കോലാഹലം എന്തൊക്കെയാണ് കോലാഹലം നടന്നത്. ഇന്ത്യ ഇസ്രായേലിന്റെ കൂടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ലോകം മുഴുവൻ അത് അംഗീകരിച്ചും കഴിഞ്ഞു. നമ്മുടെ രാഷ്ട്രത്തിന്റെ നിലപാടിന് വിരുദ്ധമായിട്ട് ഹമാസിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും മത്സരിക്കുകയായിരുന്നു. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട ഒരു നേഴ്സും ഒരു ടെക്നീഷ്യനും രണ്ടുപേരും ഇവിടെ വന്നിട്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ പോലും ഇവിടുത്തെ നശിച്ചു നാറിയ കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ വന്നില്ല. കാരണം അവർക്ക് പേടിയാണ്. അവർക്ക് ഹമാസിനെ പേടിയാണ്, പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരെ പേടിയാണ്. എന്നിട്ട് ക്രിസ്ത്യാനി അങ്ങനെ ആയിക്കോണം. ഇവർക്കൊരു ധാരണയുണ്ട്. ഒരു കാര്യം ഇവിടുത്തെ ഇടത് വലതന്മാരോട് പറയുകയാണ്, ന്യൂനപക്ഷത്തിൽ ഒരാളും ഒരാളുടെ അപ്പനല്ല. എല്ലാവർക്കും സ്വന്തമായ അഭിപ്രായമുണ്ട്. സിഖുകാരനും ബുദ്ധനും ജൈനനും ക്രിസ്ത്യാനിക്കും സ്വന്തമായ അഭിപ്രായമുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം വേറെ ആരും പറയണ്ട. അത് ഞങ്ങളുടെ ബിഷപ്പ് പറഞ്ഞോളും. അത് തെറ്റോ ശരിയോ ആയിക്കോട്ടെ, അത് ബിഷപ്പ് പറഞ്ഞോളും. അതിന്റെ അത് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് മുകളിലുള്ള ആൾക്കാരോട് പറഞ്ഞോളും. അതുകൊണ്ട് ബിഷപ്പിനെ കഴുത്തിന് പിടിക്കാം, ബിഷപ്പിനെ ഞെക്കാം എന്നൊന്നും ആരും, പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരോട് കൃത്യമായിട്ട് പറയുന്നു. ആ മോഹം മടക്കി മനസ്സിലോട്ട് വെച്ചാൽ ഒരു കാരണവശാലും ക്രിസ്ത്യാനിയെയോ ബിഷപ്പിനെയോ ഞെക്കാം എന്നൊരു പ്ലാനുമായിട്ട് UDFോ കോൺഗ്രസോ ഇറങ്ങിത്തിരിക്കേണ്ട. ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളത്, ഈ UDFകാരൊക്കെ വീട്ടിലോട്ട് വരുമ്പം ഇത് എന്താണെന്ന് അവനോട് ചോദിക്കണം. ആ സ്ഥാനാർത്ഥിയോടും കൂടെ വരുന്നവനോടും ചോദിക്കണം, പള്ളിയിലെ കാര്യം നീയാണോടാ തീരുമാനിക്കുന്നത്, ഞങ്ങളുടെ പിള്ളേരെ എന്ത് പഠിപ്പിക്കണോ നീയാണോടാ തീരുമാനിക്കേണ്ടതെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോടും UDFകാരോടും ചോദിക്കാനുള്ള ധൈര്യം കൂടി ഇവിടെ ക്രിസ്ത്യാനി കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ നിയമം അനുസരിച്ച് കാര്യങ്ങൾ പോട്ടെ. ഇവർക്ക് എന്തെങ്കിലും തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ ഇവിടെ കോടതിയുണ്ട്, പോലീസുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, അവിടെയൊക്കെ പറയാം. വരട്ടരുത്, അത് മാത്രമേ വരട്ടരുത്.
സൈഡിൽ കൂടെ സൂത്രത്തിൽ ഒന്ന് ഉപദ്രവിച്ചിട്ട് പോകാമെന്നൊന്നും ഈ കോൺഗ്രസ്സുകാരും സതീശനും ഒന്നും കരുതരുത്. അതിനു പിന്നാലെ താമരശ്ശേരി അതിരൂപതയും ഒക്കെ രംഗത്ത് വരുമ്പോൾ വീണ്ടും വലിയ വിവാദങ്ങളും മതേതരരെല്ലാം ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഈ മതേതരത്വം പലപ്പോഴും വൺ സൈഡായി പോകുന്നുണ്ട് എന്ന് നമ്മളേവരും പറയുന്നുണ്ട്. കേരള സ്റ്റോറി എന്ന സിനിമ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിൽ കെണിയിൽപ്പെട്ടു പോകുന്ന പെൺകുട്ടികളെ കുറിച്ചുള്ള സിനിമയാണ്. അത് യഥാർത്ഥത്തിൽ കണ്ടിരിക്കേണ്ടതുമാണ്. ഇത്തരത്തിലുള്ള പ്രണയക്കെണികൾ പല ഘട്ടങ്ങളിലും ഉണ്ട് എന്ന് നമുക്കേവർക്കും അറിയുന്ന കാര്യമാണ്. പാർലമെന്റിൽ ലവ് ജിഹാദ് എന്ന ആ വാക്ക്, ലവ് ജിഹാദിലെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബെന്നി ബെഹനാൻ ചോദിച്ചു എന്നതിൻ്റെ പേരിൽ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞത് മന്ത്രി പറഞ്ഞ ഒരു ഉത്തരവുമായി ബന്ധപ്പെടുത്തി ചില വിവാദങ്ങളും വരുന്നുണ്ട്. ഏതായാലും ലവും ജിഹാദും അത് രണ്ട് വാക്കാണ്, അങ്ങനെ ഇംഗ്ലീഷ് പദം പോലും ഇല്ല. പക്ഷേ ഈ ജിഹാദിന് വേണ്ടി പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ പെടുത്തി കൊണ്ടുപോകുന്നു എന്നുള്ളത് ആ വ്യക്തമായ സന്ദേശം അത് നമുക്കറിയുന്ന കാര്യമാണ്. ഈ ലവ് ജിഹാദിനെ പറ്റി വ്യാപകമായി ചർച്ചകൾ തുടങ്ങിയത് നിമിഷ ഫാത്തിമ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അമ്മ സമൂഹത്തിൽ വന്ന് കരഞ്ഞു പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു സന്ദേശം പൊതുജനങ്ങളിലേക്ക് തന്നെ എത്തിയത്. അപ്പോഴാണ് അറിയുന്നത് നിമിഷ ഫാത്തിമ മാത്രമല്ല, സോണിയ സെബാസ്റ്റ്യൻ എന്ന പെൺകുട്ടിയടക്കം 6 പേരാണ് IS പോയത്. ഇവരെല്ലാം മതം മാറുകയും കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ തന്നെ പോയതാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അതിനും എത്രയോ മുമ്പ് ഇത്തരത്തിലുള്ള കെണികളുണ്ട് എന്ന് നാം മനസ്സിലാക്കിയതാണ്. ഞാൻ പോലും ഏതാണ്ട് 2008 കാലഘട്ടത്തിൽ എൻ്റെ അടുത്തേക്ക് KMCT എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി KMCT എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇതുപോലെ തന്നെ ഒരു പ്രണയ കെണിയിൽ പെട്ടുപോയി. ആ പെൺകുട്ടിയോട് ആദ്യം ആ പരിചയപ്പെട്ട പയ്യൻ ഒരു ഹിന്ദു നെയിമിൽ പറയുകയും അതിനുശേഷം ആ പെൺകുട്ടിയുമായി എല്ലാ തരത്തിലുള്ള ബന്ധവും ഉണ്ടായ ശേഷം ആ പെൺകുട്ടി തന്നെ ഇയാൾ മറ്റൊരു മതസ്ഥനാണെന്ന് കണ്ടെത്തുകയും വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറുകയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ വലിയ രീതിയിൽ സമ്മർദ്ദപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി. അവസാനം പെൺകുട്ടി മതം മാറില്ല എന്ന് ശഠിച്ചതോടെ ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു പോകാനുള്ള ശ്രമം നടത്തുകയും ആ പെൺകുട്ടി കേസുമായി പോവുകയും ആ കേസ് പിന്നീട് കേരളത്തിലെ പ്രമുഖരായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധുവായതുകൊണ്ട് തന്നെ ആ കേസ് തേഞ്ഞു മാഞ്ഞു പോകുന്ന അവസ്ഥയിലുമൊക്കെ എത്തി. അതിനുശേഷം പിന്നീട് 2014 കാലഘട്ടത്തിലും സമാനമായ ഒരു കേസ് എൻ്റെ അടുത്തേക്ക് എത്തുകയുണ്ടായി. ഞാനൊരു മാധ്യമപ്രവർത്തക ആയതുകൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ അടുത്തേക്ക് വരികയും നമ്മളവരെ പരമാവധി രക്ഷിക്കാനും ഒക്കെ ശ്രമിച്ചു. അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കൂടി ആ വിഷയവുമായി ബന്ധപ്പെട്ടും ഞാനൊരു പരാതിയുമായി അന്നത്തെ DGPയുടെ മുന്നിലേക്ക് ഈ പെൺകുട്ടിയുമായി ചെല്ലുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പെൺകുട്ടിയെ പിന്നീട് അവർ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോവുകയും പെൺകുട്ടി പരാതിയിൽ ഉറച്ചു നിൽക്കാത്ത അവസ്ഥ വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, എനിക്ക് തന്നെ വ്യക്തമായി അറിയുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള കെണികൾ ഉണ്ട് എന്ന കാര്യം വളരെ വ്യക്തമായി അറിയുന്ന കാര്യമാണ്. കേരളത്തിലെ പെൺകുട്ടികൾ ഈ സിനിമ കാണുന്നത് കൊണ്ട്, എല്ലാ സിനിമകളും നമ്മളേവരും കാണാറുണ്ട്, ഈ സിനിമ കാണുന്നത് കൊണ്ട് ആർക്കാണ് പ്രശ്നം, എന്താണ് പ്രശ്നം? ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തോടു കൂടി ഇത്തരത്തിലുള്ള കേസുകൾ കുറഞ്ഞു വരുന്നുണ്ട്. നേരത്തെ നമുക്ക് ഏതെങ്കിലുമൊക്കെ രജിസ്ട്രേഷൻ ഓഫീസുകളുടെ അടുത്ത് ചെന്നാൽ രജിസ്റ്റർ മാരേജ് ചെയ്ത കുട്ടികളുടെ ലിസ്റ്റ് ഇങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന്. പക്ഷേ മാത്രമല്ല, ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ ഏതെങ്കിലും കോടതികളിലേക്ക് കൊണ്ടുവരുമ്പോൾ സംഘടിതമായ ആൾക്കാർ വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തിരുവനന്തപുരത്ത് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥയുടെ മകൾ, അതും ഞാൻ റിപ്പോർട്ടർ ചാനലുള്ള സമയത്ത് വാർത്ത ചെയ്തതാണ്. ഒരു പൊടുന്നനെ വിവാഹം നിശ്ചയിച്ചിരുന്ന പെൺകുട്ടി വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ വരുന്ന അന്ന്, അതുവരെ ആ പെൺകുട്ടിക്ക് ഒരു കുഴപ്പവും വീട്ടുകാരോടുണ്ടായിരുന്നില്ല. ആ ഡ്രസ്സ് എടുക്കാൻ വന്ന അന്ന് പെൺകുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷയാകും. പിന്നീട് പെൺകുട്ടിയെ കാണുന്നത് സത്യസരണിയിലാണ്. അതുമായി ബന്ധപ്പെട്ട് അവർ കേസുമായി പോവുകയും ആ പെൺകുട്ടി ഒന്ന് കാണാൻ പോലും സമ്മതിക്കാതിരിക്കുകയും ചെയ്ത അവസ്ഥയുണ്ട്. അപ്പോൾ അഖില ഹാദിയുടെ വിഷയത്തിലാണെങ്കിൽ പോലും അഖില ഹാദിയെ സ്വതന്ത്രമായി കാണിക്കാൻ, അല്ലെങ്കിൽ സ്വതന്ത്രമായി അച്ഛനോടോ അമ്മയോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് അച്ഛനും അമ്മയും ഒക്കെ അതിനുള്ള ശ്രമം നടത്തുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം കിട്ടുന്നില്ല എന്ന് അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞൊരു സ്ഥിതി നമുക്ക് മുന്നിലുണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും എന്ത് പ്രീണനത്തിന് വേണ്ടിയാണ് VD സതീശനും പിണറായി വിജയനും അടക്കമുള്ള കൂട്ടങ്ങൾ ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നത് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിനെ ബേസ് ചെയ്ത് മാത്രമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. 4 വോട്ടിന് വേണ്ടി മാത്രം പ്രീണനം നടത്തുക, യാഥാർത്ഥ്യം പിണറായി വിജയനും അറിയാം, VD സതീശനും അറിയാം. ഈ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ 4 വോട്ടിന് വേണ്ടി മാത്രം പ്രീണനം നടത്തുന്ന ഇവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കണം. ഇപ്പോൾ VD സതീശൻ പറയുന്നത് ഇടുക്കി രൂപതയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VD സതീശൻ SDPIയുടെ വോട്ട് വേണം, പക്ഷേ ഇടുക്കി രൂപതയുടെ വോട്ട് വേണ്ട എന്നാണ് പറയുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, മത പ്രീണനവും അതുപോലെ തന്നെ എന്ത് സംഭവിച്ചാലും, കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോയാലും
തങ്ങൾക്ക് വോട്ട് കിട്ടണമെന്ന് മാത്രം ചിന്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരാണ് ഈ കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ മറ്റുള്ളവർ കാണരുതെന്ന് ശഠിക്കുന്നത്. ഏതായാലും താമരശ്ശേരി അതിരൂപതയ്ക്കും ഇടുക്കി രൂപതയ്ക്കും ഒരു ബിഗ് സല്യൂട്ട്. കാരണം നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലായിരിക്കുന്നു. ഇവിടുത്തെ പെൺകുട്ടികളെ എങ്ങനെയാണ് മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു. അത് തീർച്ചയായും ഒരു നല്ല കാര്യം തന്നെയാണ്. തങ്ങളുടെ കുട്ടികളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. അതിലെന്തിനാണ് മറ്റുള്ള രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ഇടപെടുന്നത്? അവരവരുടെ പള്ളികളിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള സിനിമകൾ വന്നാൽ അത് കാണിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമുള്ളത്? ആർക്കാണ് ഇതിൽ കൂടുതൽ പ്രശ്നമുള്ളത്? യഥാർത്ഥത്തിൽ 4 വോട്ടിന് വേണ്ടി സ്വന്തം സത്വം മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന വി ഡി സതീശന്മാരെയും വി ടി ബലരാമന്മാരെയും പിണറായി വിജയന്മാരെയും ഒക്കെ തിരിച്ചറിയേണ്ട കാലം. അത് തെരഞ്ഞെടുപ്പിലൂടെ മറുപടി കൊടുത്തെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ ഒരു തിരിച്ചറിവുണ്ടാകൂ. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറണമെന്നാണ് പറയാൻ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നത്.